അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഡെയിലി കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കേരള ബോക്സ് ഓഫീസിലെ ഒരു ചരിത്ര ദിവസമാണിന്ന്. ഒരു മലയാളം സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 100 കോടി എന്ന് പറഞ്ഞ മാജിക്കൽ നമ്പറിനെ മറികടന്നിരിക്കുന്നു. അതെ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ തുടരും സിനിമ കേരളത്തിൽ നിന്നും മാത്രം ഇന്നലെ കൊണ്ട് 100 കോടി, അതായത് 19 ദിവസം കൊണ്ട് 100 കോടിയാണ് കളക്ഷൻ മറികടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് സിനിമകളായിട്ടുള്ള ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി, നമ്മുടെ സുരാജേട്ടൻ്റെ പടക്കളം, അതുപോലെ തന്നെ ആസിഫ് അലിയുടെ സർക്കിട്ട്, എല്ലാ സിനിമകളും ഇന്നലെ വളരെ നല്ല മികച്ചൊരു ഹോൾഡായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് എപ്പോഴത്തെ പോലെ തന്നെ പടക്കളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പടക്കളം ഇപ്പം റിലീസ് ചെയ്തിട്ട് 6 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഡേ 6 കളക്ഷനാണ് നോക്കുന്നത്. അപ്പോൾ ഡേ 6 കേരള വന്നിരിക്കുന്നത് 53 ലക്ഷം. ടോട്ടൽ 6 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും 3 കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 25 ലക്ഷവും, അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് 6 ദിവസം കൊണ്ട് 3 കോടി 25 ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് 3 കോടി എന്ന് പറഞ്ഞ മാർക്ക് മറികടന്നിരിക്കുന്നു. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മിനിഞ്ഞാന്നത്തെക്കാളും വലിയ കളക്ഷനാണ് ഇന്നലെ വന്നിരിക്കുന്നത്. അതായത് കേരളത്തിലെ ഒരു പോസിറ്റീവ് ട്രെൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ കളക്ഷൻ കിട്ടാനും ഇതൊരു ഹിറ്റ് സിനിമയാവാനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് ആസിഫ് അലിയുടെ സർക്കിട്ട് എന്ന് പറഞ്ഞ സിനിമ നോക്കാം. സർക്കിട്ടും ഇപ്പോൾ ഇറങ്ങിയിട്ട് 6 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഡേ 6 കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നത് 18 ലക്ഷം രൂപയാണ്. അങ്ങനെ ടോട്ടൽ 5 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും 1 കോടി 69 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 13 ലക്ഷം രൂപയും, അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് 1 കോടി 82 ലക്ഷം രൂപയാണ് സർക്കിട്ടിന് വന്നിരിക്കുന്നത്. ഇത് അത്യാവശ്യം മോശം ഒരു കളക്ഷനാണ്. കാരണം ഒരു 5 കോടിക്ക് മുകളിൽ എന്തെങ്കിലും കളക്ഷൻ കിട്ടിയാലേ ഈ സിനിമ സേഫായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത്രയും എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടെത്താം. ഇനി അതിനുശേഷം നമ്മുടെ ധ്യാൻ ശ്രീനിവാസിൻ്റെയും ദിലീപേട്ടൻ്റെയൊക്കെ പുതിയ സിനിമയായിട്ടുള്ള പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങിയിട്ട് 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഡേ 5 കളക്ഷൻ നോക്കുകയാണെങ്കിൽ കേരള 80 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യ 3 ലക്ഷം, ഓവർസീസ് ഏകദേശം എസ്റ്റിമേറ്റഡ് $8,000, അതായത് ഏകദേശം 6,80,000 രൂപയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഡേ 5 മാത്രം ഇന്നലെ മാത്രം വേൾഡ് വൈഡ് 90 ലക്ഷം രൂപയാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ കളക്ഷൻ. ഇനി ടോട്ടൽ 5 ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 5 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും 5 കോടി 16 ലക്ഷവും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 1 കോടി 1 ലക്ഷം. അപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 1 കോടി മാർക്ക് മറികടന്നിരിക്കുന്നു. ഓവർസീസിൽ നിന്നും $281,000, അതായത് ഏകദേശം 2 കോടി 39 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് 5 ദിവസം കൊണ്ട് 8 കോടി 56 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതുവരെ ഹിറ്റെന്ന് വിളിക്കാറായിട്ടില്ല. ഒരു 10 കോടി 15 കോടി ഗ്രോസ് വന്നാലേ നമുക്ക് ഹിറ്റെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അത്രയും വരുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇനി അതിനുശേഷം അവസാനമായിട്ട് നമ്മുടെ തുടരും സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ, തുടരും സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ട് 20 ദിവസമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഡേ 19 ഡേ 19 കളക്ഷനാണ് നോക്കുന്നത്. അപ്പോൾ ഡേ 19 ട്യൂസ്ഡേ നോക്കുകയാണെങ്കിൽ കേരള 2 കോടി 45 ലക്ഷം രൂപ, അതായത് ഇന്നലെയും 2.5 കോടിക്ക് അടുത്ത് കളക്ഷൻ വന്നിരിക്കുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 9 ലക്ഷം, മലയാളം വേർഷൻ 9 ലക്ഷവും തമിഴ് വേർഷൻ്റെ ഡേ 5 ആയിരുന്നു. അപ്പോൾ തമിഴ് വേർഷന് 15 ലക്ഷവും വന്നിട്ടുണ്ട്. അങ്ങനെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം ഇന്നലെ ടോട്ടൽ 24 ലക്ഷവും, ഓവർസീസിൽ നിന്ന് എസ്റ്റിമേറ്റഡ് അറൗണ്ട് 38K, അതായത് ഏകദേശം 32 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഇന്നലെ മാത്രം ഡേ 19 മാത്രം വേൾഡ് വൈഡ് 3 കോടി 1 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. അതായത് ഇന്നലെയും വേൾഡ് വൈഡ് 3 കോടിക്ക് മുകളിൽ തുടരത്തിന് കളക്ഷൻ. ഇനി ടോട്ടൽ 19 ദിവസത്തെ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ കേരള 100 കോടി 2 ലക്ഷം, അതായത് മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ 100 കോടി മാർക്ക് മറികടന്നിരിക്കുന്നു. കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം പ്രൊഡ്യൂസർക്ക് ഷെയർ ആയിട്ട് 43 കോടിയോളം രൂപയാണ് ലഭിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രം. അപ്പോൾ ഇതൊരു ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ അല്ല, അതിൻ്റെയും മുകളിൽ ഒരു ട്രിപ്പിൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതിനുശേഷം റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ടോട്ടൽ കളക്ഷൻ 18 കോടി 32 ലക്ഷവും, ഓവർസീസിൽ നിന്ന് 10.51 മില്യൺ. അപ്പോൾ ഓവർസീസിലും 10.5 മില്യൺ എന്ന് പറഞ്ഞ മാർക്ക് മറികടന്നിരിക്കുന്നു. അതായത് ഏകദേശം 89 കോടി 45 ലക്ഷം. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് 19 ദിവസം കൊണ്ട് 207 കോടി 79 ലക്ഷം, അതായത് 208 കോടിയാണ് കളക്ഷൻ മറികടന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നുകൊണ്ട് എന്തായാലും 210 കോടിയും മറികടക്കും. അപ്പോൾ ഇതിന് ഫൈനൽ എത്ര വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിലി കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സിനിമകളുടെ കളക്ഷനും ബാക്കി വിവരങ്ങളും ഒക്കെ ആയിട്ട് നാളെ രാവിലെ ഇതേ സമയത്ത് തന്നെ കാണാം.